കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് പ്രിപ്പയർ ആയിട്ട് റിവിഷൻ എല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടാൻ റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് BA ഇംഗ്ലീഷുകാരുടെ BEGC 109 എന്ന് പറയുന്ന ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതായത് മുൻപ് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, this report represents an exploratory analysis of types of questions asked in the exams at IGNOU using a set of previous question papers. This analysis aims to understand the coverage of syllabus topics, the frequency and distribution of question types, and any notable patterns or trends. സോ നമ്മൾ ഇതിനു മുമ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ എടുത്ത് അനലൈസ് ചെയ്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്, എത്രമാത്രം ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഫ്രീക്വൻസിയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു അനാലിസിസിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്തിരിക്കുന്നത്. സോ ഈച്ച് എക്സാം പേപ്പർ ഇൻക്ലൂഡ്സ് എ മിക്സ് ഓഫ് കമ്പൽസറി ആൻഡ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഫോക്കസിംഗ് ഓൺ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ. സിലബസ് കവറേജ്. The syllabus is divided into 4 blocks, each focusing on specific poets, poems, and literary themes. സോ നമുക്കറിയാം ഈ ഒരു ഫുൾ പേപ്പറിനെ നമ്മൾ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോന്നും ഓരോ പോയറ്റ്സിനെ കുറിച്ചും അവരുടെ വർക്കുകൾ, മേജറായിട്ട് ആ ഒരു പീരീഡിലുള്ള വർക്കുകളെ കുറിച്ചും മേജറായിട്ടുള്ള ലിറ്റററി ടേംസ് അല്ലെങ്കിൽ ലിറ്റററി തീംസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പേപ്പർ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന മേജറായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്. നമ്മൾ പഠിക്കുന്നത് റൊമാൻറ്റിക് ഏജ് ആണ്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് മെയിനായിട്ടും വരുന്നത്. അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിലെ മേജറായിട്ടുള്ള പോയറ്റുകൾ ഉൾപ്പെടുന്ന വില്യം വേർഡ്സ്വർത്ത്, TS കോൾറിഡ്ജ്, ലോർഡ് ബൈറൺ, PB ഷെല്ലി, ജോൺ കീറ്റ്സ് എന്നിവർ ഉൾപ്പെടുന്ന മേജർ ആയിട്ടുള്ള പോയറ്റ്സിന്റെ വർക്കുകൾ, അവരുടെ റൈറ്റിംഗ് സ്റ്റൈലുകൾ എന്തൊക്കെയാണ്, അവർ മേജറായിട്ട് എഴുതിയിരിക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അനലൈസ് ചെയ്തത്. എക്സാമിനേഷൻ ഓഫ് സ്പെസിഫിക് വർക്ക്സ് സച്ച് ആസ് ദ വില്ലേജ് ബൈ ജോർജ് ക്രാബ്, ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മറൈനർ ബൈ ദി കോൾറിഡ്ജ് ആൻഡ് മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻ. ഈ 3 വർക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് ചെയ്യുന്നത്. ആൻഡ് ദ ലിറ്റററി കൺസെപ്റ്റ്സ് ലൈക്ക് ഗോതിക് നോവൽ, ബാലഡ്, റൊമാൻറ്റിക് പോയറ്റിക് ഡിവൈസസ്. ആ ഒരു കാലഘട്ടത്തിൽ ഫേമസ് ആയിരുന്ന ബാലറ്റ്സ്, അതുപോലെ മേജറായിട്ട് ഉപയോഗിച്ചിരുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്, അതുപോലെ ഗോതിക് നോവലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ കണ്ടിരുന്നു. ഇനി question types and distribution, compulsory short notes. Each exam includes a compulsory section requiring short notes on 2 out of 4 topics. Commonly recurring topics include the ballad, Gothic novel, key poets and their works, and literary concepts. So major ആയിട്ടുള്ള ഈ 4 ടോപ്പിക്കുകൾ, അതായത് ബാലഡ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ഗോതിക് നോവൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൽ മേജർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൽ മേജർ ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതുണ്ട്. അതിനുശേഷം കീ പോയിന്റ്സ് എന്താണ്,
അതുപോലെ അവരുടെ വർക്കുകൾ, അതായത് മേരി ഷെല്ലിയുടെ, ചാൾസ് ലാമ്പിന്റെ അവരുടെ മേജർ ആയിട്ടുള്ള വർക്കുകൾ, അവരുടെ റൈറ്റിംഗ് സ്റ്റൈലുകൾ, അതുപോലെ തന്നെ ലിറ്റററി കൺസെപ്റ്റ്സ്, പതറ്റിക് ഫാലസി അല്ലെങ്കിൽ എലജി എന്താണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എലജി എഴുതുന്നത്, ഏത് സാഹചര്യത്തിലാണ് എഴുതുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ലിറ്റററി കൺസെപ്റ്റ്സും നമ്മൾ ഈ ഒരു ബ്ലോക്കിന്റെ അകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇനി അനലിറ്റിക്കൽ ആൻഡ് ഇന്റർപ്രറ്റീവ് ക്വസ്റ്റ്യൻസ്. Optional questions require deeper analysis and the interpretation of text, themes, and literary devices. These questions typically cover the impact of historical events on British literature. എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ കൾച്ചറൽ സിനാരിയോ എങ്ങനെയാണ് ഈ ഒരു പീരീഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അതായത് ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്, അത് നമ്മുടെ ഒരു അനാലിസിസിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ദി സ്പെസിഫിക് പോയംസ് ആൻഡ് പ്രോസ്, ദ വില്ലേജ്, ഓഡ് ടു സ്കൈലാർ. ഈ 2 പോയത്തിന്റെ ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ ബ്ലോക്ക് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിന്റെ ഒരു പല സ്ഥലത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ എക്സാമിനേഷനുള്ള ലിറ്റററി സ്റ്റൈൽസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് കീ പോയറ്റ്സ്. ഈ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന റൊമാൻറ്റിക് കാലഘട്ടത്തിലെ മേജർ ആയിട്ടുള്ള പോയറ്റ്സിന്റെ വ്യൂ പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ അവർ എന്ത് രീതിയിലാണ് ചിന്തിച്ചിരുന്നത്, അവരുടെ പോയട്രി സ്റ്റൈല് മറ്റ് കാലഘട്ടത്തിലെ പോയറ്റ്സിന്റെ സ്റ്റൈലിൽ നിന്ന് എത്രമാത്രം ഡിഫറെന്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി തിമാറ്റിക് ആൻഡ് സിംബോളിക് അനാലിസിസ് ഓഫ് വർക്ക്സ്, ഓഫ് എക്സാമ്പിൾ ഫ്രാങ്കെൻസ്റ്റീൻ, റൈം ഓഫ് ഏൻഷ്യന്റ് മാരിനർ. ഈ 2 നോവലുകൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ള എല്ലാ വർക്കുകളുടെയും തീം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഓരോ സിംബോളിക് ആയിട്ടുള്ള റെഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്. ഒന്ന്, ഫ്രീക്വൻസി ഓഫ് കീ ടോപ്പിക്സ്. ദ വർക്ക്സ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്, ടി.എസ്. കോൾറിഡ്ജ് ആൻഡ് മേരി ഷെല്ലി അപ്പിയർ ഫ്രീക്വന്റ്ലി അക്രോസ് ദി പേപ്പേഴ്സ്. ഈ 3 പേരുടെ വർക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്ന 2 പോയറ്റ്സ് ആണ് വില്യം വേർഡ്സ്വർത്തും ടി.എസ്. കോൾറിഡ്ജും. അവരുടെ ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്താ പറയുക, നമ്മൾ റൊമാൻറ്റിക് ഏജിന്റെ മേജർ ആയിട്ടുള്ള പൈനിയറിംഗ് വർക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് ലിറിക്കൽ ബാലറ്റ്സ്. അതുകൊണ്ട് തന്നെ അവർ 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിരിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ അവരെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതും വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതലും ഫ്രീക്വന്റ് ആയിട്ടും ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ റൈം ഓഫ് ഏൻഷ്യന്റ് മാരിനർ, ഓഡ് ടു സ്കൈലാർക്ക്, ഓഡ് ടു വെസ്റ്റ് വിൻഡ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആയിട്ടും ചോദിക്കാറുണ്ട്. സമ്മറിയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇനി thematic emphasizes there is a significant focus on thematic elements like nature, sublime and Gothic. ഈ 3 ടോപ്പിക്കുകൾ, ഈ 3 തീംസിനെ ബേസ് ചെയ്ത് ഇപ്പൊ ഫ്രാങ്ക് ഐൻസ്റ്റീനിൽ എങ്ങനെയാണ് ഗോതിക്കിന്റെ പ്രസൻസ് വരുന്നത്, വില്യം വേർഡ്സ്വർത്തിന്റെ വർക്കുകൾ എങ്ങനെയാണ് നേച്ചർ ഒരു പാർട്ട് ആവുന്നത്, അല്ലെങ്കിൽ കോൾറിഡ്ജിന്റെ വർക്കുകൾ എങ്ങനെയാണ് സബ്ലിമിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. Questions often explore the psychological and emotional impact of poems on readers and ക്യാരക്ടേഴ്സ്. എങ്ങനെയാണ് പോയത്തിന്റെ അകത്ത് ഈ പറയുന്ന ഒരു തീംസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി പിന്നെ ചോദിച്ചിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലിറ്റററി ഡിവൈസസ്. റൊമാൻറ്റിക് കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ജേണർ ആണ് പോയട്രി എന്ന് പറയുന്നത്. അതിപ്പോ വേർഡ്സ്വർത്തിന്റെ പ്രിഫേസ് വായിച്ചാലും കോൾറിഡ്ജിന്റെ ബയോഗ്രഫി ലിറ്റററിയെ നോക്കിയാലും നമുക്കറിയാം പോയറ്റ്സിന് വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് ഒരു പോയം എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ജേണർ ആയിട്ട് തന്നെ കണക്കാക്കിയിരുന്ന ഒരു ഇതായിരുന്നു പോയട്രി. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലിറ്റററി ആയിട്ടുള്ള ഡിവൈസസ്, നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡിവൈസസ്, അതും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. A consistent emphasis on identifying and analyzing poetic devices, particularly in Coleridge and Shelley's works. The romantic emphasis on imagination, emotion, and individualism is a recurring theme. അപ്പൊ എങ്ങനെയാണ് ഇമാജിനേഷൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇമോഷൻസിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്, ഇൻഡിവിജ്വലിസം എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് റെഗുലർ ആയിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി കമ്പാരറ്റീവ് അനാലിസിസ്. Some questions require comparing different works or authors, particularly in context of literary moments and historical influences. So എങ്ങനെയാണ് ആ ഒരേ കാലഘട്ടത്തിലുള്ള റൈറ്റേഴ്സിന്റെ തന്നെ വർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസസ്, അതിൻ്റെ അകത്ത് തീംസിൽ വരുന്ന ഡിഫറൻസസ്, അതുപോലെ ലിറ്റററി മോമെന്റ്സിൽ വരുന്ന ഡിഫറൻസസ്, അതൊക്കെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ഒരു കമ്പയർ ചെയ്തുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്.
ഇനി to summarize, the examination papers cover a broad range of topics from syllabus with a balanced emphasis on both major poets and key literary concepts of the romantic period. So ആ ഒരു കാലഘട്ടത്തിലെ മേജർ ആയിട്ടുള്ള പോയറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മേജർ ആയിട്ടുള്ള കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടുമാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. The frequent recurrence of certain poems and authors suggests these are pivotal to the course. The questions not only test factual knowledge but also the ability to critically analyze and interpret the literary works. So നമുക്ക് ഈ റൊമാൻറ്റിക് കാലഘട്ടത്തിനെ കുറിച്ചും അവിടുത്തെ റൈറ്റേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളെ കുറിച്ചും അറിയാമെന്ന് മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിനെ എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നത്, ആ ഒരു കാലഘട്ടത്തിലെ വർക്കുകളെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഔട്ട്പുട്ട് കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആള് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ മേജർ തീംസ് ആൻഡ് ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ബൈ കീ റൊമാൻറ്റിക് പോയറ്റ്സ്. Be prepared to draw connections between different works and historical context. Practice writing detailed analysis and interpretations of specific poems and prose. അപ്പോൾ മേജർ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കുക, ലിറ്റററി ഡിവൈസസ് പഠിച്ചിരിക്കുക, അതുപോലെ പല വർക്കുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കോമൺ തീംസ് എന്തൊക്കെയാണ്, പല വർക്കുകളിൽ എങ്ങനെയാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അവർ തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഒരു പോയത്തിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു പ്രോസ് പാസേജിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് എഴുതാനും നമ്മൾ പഠിക്കണം. ഇനി ഈ ഒരു ബാർ ഡയഗ്രം ആണ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് വരുന്നത്. ഇത് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഇൻ ഡിഫറെന്റ് എക്സാംസ്. ഇത് ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ കാണും. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്നും 2 നിന്നും കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. വേറെ 3 നിന്നും 4 നിന്നും വളരെ ഫ്യൂവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും 3ഉം 4ഉം ബിറ്റ്വീൻ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4 ഒരു ഫെയർ ആയിട്ടുള്ള മാർക്ക് ഡിവിഷൻ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് 1 നിന്നും ബ്ലോക്ക് 2 നിന്നും വളരെ ലാർജർ എമൗണ്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യനോളം ബ്ലോക്ക് 1 ആൻഡ് 2 നിന്ന് തന്നെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ ബ്ലോക്ക് 1 ആൻഡ് 2 അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബ്ലോക്ക് 1 ആൻഡ് 2 നിന്നും ഹയർ ഫ്രീക്വൻസിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 2 ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ ബ്ലോക്ക് 3ഉം 4ഉം കമ്പാരിറ്റീവ്ലി നമ്മൾ ലോവർ ആണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഓവറോൾ ഗ്രേഡിനെയും ഓവറോൾ മാർക്കിനെയും അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 1നും ബ്ലോക്ക് 2നും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഒക്കെ നോക്കുമ്പോൾ ദ ഹീറ്റ് മാപ്പ് ഷോസ് ദ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ടാർഗറ്റിംഗ് ഈച്ച് യൂണിറ്റ് അക്രോസ് ഡിഫറെന്റ് എക്സാംസ്. കീ ഒബ്സർവേഷൻസ് ഇൻക്ലൂഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 നിന്നും വളരെ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. യൂണിറ്റ് 2 നിന്നും അധികം വളരെ കുറവായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം അതെല്ലാം ആ ഒരു യൂണിറ്റ് 2 ടോപ്പിക്സ് നമ്മൾ മറ്റ് പല യൂണിറ്റ്സിൽ കവർ ആയി പോകുന്നത് കൊണ്ടായിരിക്കും യൂണിറ്റ് 2 പർട്ടിക്കുലർലി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 ആൻഡ് 2 ആർ കോൺസ്റ്റന്റ്ലി represented. Unit 3 and 4 are not targeted, suggesting a focus on earlier units in the block. So block 1 പഠിക്കുമ്പോൾ നിങ്ങൾ യൂണിറ്റ് 1 and 3 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 and 2 ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. 3, 4 നിന്നും അധികം പഠിച്ചിട്ടില്ല, അധികം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ യൂണിറ്റ് 1 and 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വേറെ യൂണിറ്റ് 1 and 4 അത്ര കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ചോദിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഭാവിയിൽ ചോദിക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയരുത്. മറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 2ഉം 3യുമാണ് മേജർ ആയിട്ടുള്ള ഫോക്കസ്. വേറാസ് യൂണിറ്റ് 1 and 4 എന്ന് പറയുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് നമ്മൾ കാണാറില്ല. ഇനി യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 and 3 ഓഫ് ബ്ലോക്ക് 1 നിന്ന് അത്യാവശ്യം ചോദിക്കാറുണ്ട്. പിന്നെ യൂണിറ്റ് 1 and 2 ഓഫ് ബ്ലോക്ക് 2,
യൂണിറ്റ്സ് 2 and 3 ഓഫ് ബ്ലോക്ക് 3 ആൻഡ് യൂണിറ്റ്സ് 2 and 3 ഓഫ് ബ്ലോക്ക് 4. ഇത്രയും യൂണിറ്റ്സിൽ നിന്നാണ് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിരിക്കുന്നത്. സോ ബ്ലോക്ക് 1ന്റെ അകത്ത് നമ്മൾ യൂണിറ്റ് 1 and 3 വളരെ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക. ബ്ലോക്ക് 2 യൂണിറ്റ് 1 and 2 നന്നായി ഫോക്കസ് ചെയ്യുക. ബ്ലോക്ക് 3 യൂണിറ്റ് 2 and 3, അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 2 and 3. ഇത്രയാണ് മേജർ ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. വളരെ തറോ ആയിട്ട് ആ യൂണിറ്റ്സിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. എവിടെ നിന്ന് ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. വേറെസ് ബാക്കി യൂണിറ്റ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഇത് ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. കൺസിസ്റ്റന്റ്ലി ഫ്രീക്വന്റ് ടോപ്പിക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്. ഈ പേപ്പർ തന്നെ എക്സ്ക്ലൂസീവ്ലി ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ റൊമാൻറ്റിക് ഏജിനെ കുറിച്ച്, അതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഹിസ്റ്റോറിക്കൽ റെഫറൻസസ്, അതുപോലെ ആ ഒരു പീരീഡ് എങ്ങനെയാണ് മറ്റ് പീരീഡ്സിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് റൊമാൻറ്റിക് ഏജിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, വില്യം വേർഡ്സ്വർത്തും ടി.എസ്. കോളറിഡ്ജും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് റൊമാൻറ്റിക് പോയട്രിയിൽ. അതുകൊണ്ട് അവരുടെ വർക്ക്സ് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. ചാൾസ് ലാംബിന്റെ പോയട്രിയും എസ്സേസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കീറ്റ്സിന്റെ ഓടുകൾ, അതുപോലെ മേരി ഷെല്ലിയുടെ വർക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കീറ്റ്സിന്റെ തന്നെ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതല്ല. വേറെ ലോർഡ് ബൈറൺ ചോദിക്കാറുണ്ട്, ഷെല്ലിയുടെ ഓടുകൾ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ. ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് ഇറേനെ അങ്ങനെ തന്നെ പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. വേറെ ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിൽ നിന്നും, അല്ലെങ്കിൽ പോയറ്റ്സ് ലൈക്ക് റോബർട്ട് സദേ, അവരുടെ നിന്നൊക്കെ വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഇനി ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജിൽ നിന്ന് ഒരുവിധം എല്ലാ എക്സാംസിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വേറെ വില്യം വേർഡ്സ്വർത്ത്, ടി.എസ്. കോളറിഡ്ജ്, ചാൾസ് ലാംബ്, കീറ്റ്സിന്റെ ഓടുകൾ, അതുപോലെ മേരി ഷെല്ലി, ഇവരുടെ വർക്കുകളും റയർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൽ റെഗുലർ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. വേറാസ് ഇന്നസെൻസ്, സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, അതിന്റെ ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ 2 പോയിന്റ്സ് തന്നിട്ട് കമ്പയർ ചെയ്യാനായിരിക്കാം, അങ്ങനെ ചോദിക്കാറുണ്ട്. ലോർഡ് ബൈറൺ, ഷെല്ലീസ് ഓഡ്സ്, ഫ്രാങ്കൻസ്റ്റീൻ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് അത്ര റെഗുലർ ആയിട്ട് ചോദിക്കാറില്ല, പക്ഷെ ചോദിക്കാറുണ്ട്. വേറെ റോബർട്ട് സദേ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്, അവരൊക്കെ വളരെ ലോവർ ആയിട്ടേ ചോദിക്കാറുള്ളൂ, വളരെ കുറവായിട്ടേ ചോദിക്കാറുള്ളൂ. സോ ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്, അതുപോലെ വില്യം വേർഡ്സ്വർത്തിന്റെ വർക്കുകൾ, കോളറിഡ്ജിന്റെ വർക്കുകൾ, ചാൾസ് ലാംബ്, കീറ്റ്സിന്റെ 6 ഓടുകൾ, അതുപോലെ മേരി ഷെല്ലിയുടെ വർക്കുകൾ, അതെല്ലാം വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സിൽ നിന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, ലോർഡ് ബൈറൺ, ഷെല്ലീസ് ഓഡ്സ് ആൻഡ് ഫ്രാങ്കൻസ്റ്റീൻ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ റോബർട്ട് സദയും ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. അത്ര ഡീറ്റെയിൽ ആയിട്ട് അത്ര ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നില്ല. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ, to calculate the average marks per topic based on historical question data, provide insights to the allocation of marks across different topics in the syllabus. ഹൈ ആവറേജ് മാർക്സ്, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ കാണുന്നത് ഒന്ന് റൊമാൻറ്റിക്, ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്, ഏകദേശം ഒരു എക്സാമിന് 20 മാർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ എക്സാംസിലും കണ്ടു വന്നേക്കുന്നതാണ്. അതുപോലെ വേർഡ്സ്വർത്തിന് 20 മാർക്സ് റെഗുലർ ആയിട്ട് വരാറുണ്ട്. കോളറിഡ്ജിൽ നിന്നും 20 മാർക്സ് ഫ്രീക്വന്റ് ആയിട്ട് വരാറുണ്ട്. ചാൾസ് ലാംബിന്റെ ഏരിയയിൽ നിന്നും 20 മാർക്സിന് വരാറുണ്ട്. കീറ്റ്സിന്റെ ഓർഡറിൽ നിന്ന് റെഗുലർ ആയിട്ട് 20 മാർക്സ് വരാറുണ്ട്. അതുപോലെ മേരി ഷെല്ലിയുടെ വർക്കുകളിൽ നിന്നും 20 മാർക്സ് റെഗുലർ ആയിട്ട് വരാറുണ്ട്. അതുപോലെ മോഡറേറ്റ് ആവറേജിലേക്ക് വരുമ്പോൾ സോങ്സ് ഓഫ് ഇന്നസെന്റ് ആൻഡ് എക്സ്പീരിയൻസിൽ നിന്ന് അത് നമുക്കിങ്ങനെ ഇത്ര മാർക്കിന് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചിരിക്കണം. അതുപോലെ ലോർഡ് ബൈറൺ, ഷെല്ലിയുടെ ഓട്, അതുപോലെ ഫ്രാങ്കൻസ്റ്റീൻ, ഈ ടോപ്പിക്സിൽ നിന്നെല്ലാം അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള മാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഈ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടാവണം. വെറാസ് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ് ആൻഡ് റോബർട്ട് സദേ എന്ന് പറയുന്ന ആ 2 ടോപ്പിക്കുകൾ വളരെ റയർ ആയിട്ട് നിങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അത്രയും ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നില്ല.
The bar chart visualizes the average marks allocated to each topic, highlighting which topic carry more weight historically. This data can aid in prioritizing study areas based on their historical significance in the examination. So, focus area in the Introduction to the Romantic Age, William Wordsworth, Coleridge, Charles Lamb, Keats in the Ode, Mary Shelley. Moderate എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സോങ്സ് ഓഫ് ഇന്നസെന്റ് ആൻഡ് എക്സ്പീരിയൻസ്, ലോർഡ് ബൈറൺ, ഷെല്ലീസ് ഓഡ്സ്, ഫ്രാങ്കൻസ്റ്റീൻ. ഇനി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണം, മുഴുവൻ പഠിച്ച് തീരാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് റോബർട്ട് സദേ ആൻഡ് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്. ഇനി റെക്കറിംഗ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള, അതായത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്, അത് ചോദിക്കാറുണ്ട്. വില്യം വേർഡ്സ്വർത്തിന്റെ തന്നെ ഡാഫഡിൽസ്, ഓഡ് ഓൺ ഇമിറ്റേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, പോയട്രി റിട്ടൺ ഓൺ ടിൻട്രി ആബി, അതൊക്കെ റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി കോളറേജിൻ്റെയിലേക്ക് വരുമ്പോൾ റൈം ഓഫ് ഏൻഷ്യൻ മാറൈനർ, അതിന്റെ എല്ലാ ആസ്പെക്ട്സിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചാൾസ് ലാമ്പിന്റെ മേജർ ആയിട്ട് അവരുടെ എസ്സേസിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. ലാമ്പിന്റെ എസ്സേസിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്തൊക്കെയാണ്, മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ലാമ്പ് എഴുതാറ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി ഓഡ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് ഓഡ്സും 6 ഓഡ്സും കുറിച്ച് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും വെൽ ആൻഡ് ഗുഡ്. ഇനി സമയമില്ലെങ്കിൽ കൂടെ നിങ്ങൾ ഈ 3 ഓഡ്സ്, ഓട്ട് ടു നൈറ്റിംഗിൾ, ഓഡ് ഓൺ ഗ്രീഷ്യൻ ആൻഡ് ഓട്ട് ടു ഓട്ടം എന്ന് പറയുന്ന 3 ഓഡ്സും ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി മേരി ഷെല്ലി ആൻഡ് ഫ്രാങ്കൻസ്റ്റീൻ 2 ഷോർട്ട് നോട്ട്സും അതുപോലെ ഡീറ്റെയിൽ അനാലിസിസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. വില്യം വേർഡ്സ്വർത്ത്, അതിൻ്റെ അകത്തുള്ള കീ പോയംസ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിൻട്രി ആബി, ഓഡ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾറിഡ്ജിന്റെ റൈം ഓഫ് ഏൻഷ്യൻ മാറൈനർ, ആ പോയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പോയത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതിന്റെ തീംസ് ആയിക്കോട്ടെ, അതിന്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതിന്റെ പോയറ്റിക് ഡിവൈസസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിൽ നിന്നും വരാം. ഓഫൻ ഡിസ്കഷൻ. ഇനി ചാൾസ് ലാമ്പിലേക്ക് വരാണെങ്കിൽ അദ്ദേഹത്തിന്റെ എസ്സേയുടെ സ്റ്റൈലുകൾ, അതുപോലെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹ്യൂമർ. ഇപ്പൊ നമ്മൾ ഡെസിറ്റേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്ന എസ്സേ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുക്കിങ്ങിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്, ഇവോൾവ് ആയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു എസ്സേ ആണത്. അപ്പോൾ അതും വളരെ ഫോക്കസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി കീറ്റ്സിന്റെ ഓഡിലേക്ക് വരുമ്പോൾ ഇറ്റ് റിക്വസ്റ്റ് ഫ്രീക്വന്റ്ലി വിത്ത് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് ഓൺ സ്പെസിഫിക് ഓഡ്സ്. കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ 3 ഓഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള തീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മേരി ഷെല്ലി, ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. മേരി ഷെല്ലിയുടെ ബയോഗ്രഫി അല്ലെങ്കിൽ ഫ്രാങ്കൻസ്റ്റീനിൽ വരുന്ന തീംസ്, അതിലെ ഗോതിക് എലമെന്റ്സ്, നമ്മൾ പറഞ്ഞായിരുന്നു ഗോതിക് നോവൽ എന്ന് പറയുന്ന ജോണർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സോ ഫ്രാങ്കൻസ്റ്റീനിൽ എങ്ങനെയാണ് ഗോതിക് എലമെന്റ്സ് വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് വേണ്ടിയുള്ള സജഷൻസ് തരാണെങ്കിൽ റൊമാൻറ്റിക് ഏജ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. വില്യം വേർഡ്സ്വർത്തിന്റെ ആ 3 പോയട്രി, ടിൻട്രി ആബി, ഡാഫഡിൽസ്, ഓഡ് ഓൺ ഇമിറ്റേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന 3 പോയംസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പോയട്രിയുടെ തിയറി, പ്രിഫേസ് ടു ലിറിക്കൽ ബാലറ്റ്സിൽ അദ്ദേഹം പറയുന്ന മേജർ ആയിട്ടുള്ള തിയററ്റിക്കൽ എലമെന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കോൾറിഡ്ജിന്റെ റൈം ഓഫ് ഏൻഷ്യൻ മാറൈനർ, അതിൽ നിന്നും നമുക്ക് ഇതുപോലെ ഏത് വ്യൂ പോയിന്റിൽ നിന്ന്, അതിന്റെ തീംസോ സ്ട്രക്ചറോ അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ, അത് അങ്ങനെ ഏതൊരു സൈഡിൽ നിന്നും നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ചാൾസ് ലാമ്പിന്റെ ഈ ഡെസിറ്റേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളതിന്റെ ആ ഒരു എസ്സേയുടെ അകത്തു നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രോസ് സ്റ്റൈലിനെ കുറിച്ചും നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരിക്കുക. ഇനി കീറ്റ്സിന്റെ ഓഡിലേക്ക് വരുമ്പോൾ ഓഡ് ടു നൈറ്റിംഗേൽ, ഓഡ് ഓൺ ഗ്രീഷ്യൻ ആൻഡ് ഓഡ് ടു ഓട്ടം, അതിൻ്റെ അകത്തുള്ള പല എലമെന്റ്സ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റൈൽ എന്താണ്, പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് ഈ പറയുന്ന നൈറ്റിംഗേലിന് ഒരു റെപ്രസെന്റേഷൻ ആവുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഇനി മേരി ഷെല്ലി, ഫ്രാങ്കൻസ്റ്റീൻ വരുമ്പോൾ അതിന്റെ തിമാറ്റിക് അനാലിസിസ്, അതുപോലെ തന്നെ ഇതിലെ ഗോതിക് എലമെന്റ്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മേരി ഷെല്ലിയുടെ ബയോഗ്രഫീനെ കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം.
So, by identifying and analyzing the recurring questions and topics, students can strategically prioritize their study efforts on these high frequency areas. This approach increases the likelihood of being well prepared for the next examination. So, introduction to romantic age എന്ന് പറയുന്ന ആ ടോപ്പിക്കിന്റെ അകത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, റൊമാൻറ്റിസിസം എന്താണ്, റൊമാൻറ്റിസിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മേജർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത് മറ്റ് ഏജുകളിൽ നിന്നുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വില്യം വേർഡ്സ്വർത്തിന്റെയിലേക്ക് വരുമ്പോൾ ഡാഫഡിൽസ്, ടിൻറ്ററി ആബി, ഓഡേൺ ഇമിറ്റേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, അതുപോലെ തന്നെ പ്രൊഫസ് ടു ലിറിക്കൽ ബാലൻസിൽ വേർഡ്സ്വർത്ത് പറഞ്ഞിരിക്കുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ്. കോളറിജിന്റെയിലേക്ക് വരുമ്പോൾ റൈം ഓഫ് ഏൻഷ്യൻ മറൈനർ, അതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ആസ്പെക്റ്റിൽ നിന്ന്, അതിന്റെ തീം, സ്ട്രക്ചർ, പോയറ്റിക് ഡിവൈസസ്, അങ്ങനെ അതിൽ നിന്നൊക്കെ ചോദിക്കാം. പിന്നെ ചാൾസ് ലാംബിന്റെ ഡെസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ്, അതിൻ്റെ അകത്തുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈൽ എന്താണ്, അതിന്റെ ഹ്യൂമറിസ്റ്റിക്കൽ ആസ്പെക്ട് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ എസ്സേസിന്റെ ആ ഒരു കോമൺ ആയിട്ടുള്ള സ്റ്റൈലുകൾ ചോദിക്കാം. അതുപോലെ കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേൾ, ഓഡ് ഓൺ ഗ്രീഷൻ ഓൺ ഓഡ് ടു ഓട്ടം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, തീംസ്, പോയറ്റിക് ഡിവൈസസ്, അത്രയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മേരി ഷെല്ലിയുടെ ഫ്രാങ്ക് ഐൻസ്റ്റീനിലേക്ക് വരുമ്പോൾ, ഫ്രാങ്ക് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന നോവൽ ആസ് സച്ച് വോൾ, അതിന്റെ എല്ലാ എലമെന്റ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ തിമാറ്റിക് സ്റ്റഡി, അതിന്റെ ഗോതിക് സ്റ്റൈല്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ സെറ്റിങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മേരി ഷെല്ലിയുടെ തന്നെ ബയോഗ്രഫിയും ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ്. ഇനി സോങ് ഓഫ് ഇന്നസെൻസിലേക്ക് വരുമ്പോൾ ദ ലാംബ് ആൻഡ് ടൈഗർ, അത് ആ രണ്ട് പോയട്രി തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചു കാണാറുണ്ട് ഇടയ്ക്ക്. പിന്നെ ദ ചിമ്മിനി സ്വീപ്പർ എന്ന് പറയുന്ന പോയട്രിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. സോ അതിന്റെ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, അത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് എലമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ലോർഡ് ബയറിന്റെ റോൾ ഓൺ ദോ ഡീപ്പ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഓഷൻ, അതുപോലെ തന്നെ ജോർജ് ദി തേർഡ് എന്ന് പറയുന്ന ആ രണ്ട് വർക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ തീംസ്, അതിന്റെ പോയറ്റിക് സ്റ്റൈല്, അതിന്റെ റെഫറൻസസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഷെല്ലിയുടെ ഓഡ് ടു വെസ്റ്റ് വിൻഡും ടു സ്കൈലാർക്കും, സ്കൈലാർക്കിൽ എങ്ങനെയാണ് ഒരു റെപ്രസെന്റേഷൻ വരുന്നത്, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് വരുന്നത് എങ്ങനെയാണ്, മേജർ ആയിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്, പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇനി റയർ ആയിട്ട് ചോദിച്ചു കാണുന്നത് ഒന്ന് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്, അതായത് നമ്മുടെ ജോസഫ് വാട്ടൺ, തോമസ് ഗ്രേ, വില്യം കോപ്പവർ, ജെയിംസ് തോംസൺ, മാർക്ക് എക്കൻസൈഡ്, വില്യം കോളിൻസ്, അവരുടെയൊക്കെ ആ ഒരു ഏജിലോട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് വളരെ റയർ ആയിട്ടാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുപോലെ റോബർട്ട് സദയുടെ ആഫ്റ്റർ ബ്ലെയിൻ എന്ന് പറയുന്ന ആ പോയത്തിനെ കുറിച്ചും വളരെ റയർ ആയിട്ടാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്, രണ്ട് വില്യം വേർഡ്സ്വർത്തിന്റെ ഡാഫഡിൽസും ടിൻറ്ററി ആബിയും, അതുപോലെ കോൾറിഡ്ജിന്റെ റൈം ഓഫ് ഏൻഷ്യൻ മാരൈനർ, ചാൾസ് ലാംബിന്റെ ഡെസർട്ടേഷൻ അപ്പോൺ റോസ്റ്റ്, കീറ്റ്സിന്റെ ഓഡ് ടു നൈറ്റിംഗേൾ ഓർ ഓഡ് ടു ഗ്രീഷൻ ഓൺ. ഇനി മേരി ഷെല്ലിയുടെ ഫ്രാങ്ക് ഐൻസ്റ്റീൻ വരുമ്പോൾ അതിന്റെ ഗോതിക് എലമെന്റ്സ്, അതുപോലെ തന്നെ മേരി ഷെല്ലിയുടെ ബയോഗ്രഫി. ഇനി സോങ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസിന്റെ അകത്ത് ദി ലാംബ് ആൻഡ് ടൈഗർ, അതിന്റെ കമ്പാരിസൺ ഒക്കെ ചോദിക്കാറുണ്ട്. ലോർഡ് ബയറിന്റെ റോൾ ഓൺ ദോ ഡീപ്പ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഓഷൻ, അതുപോലെ ഷെല്ലിയുടെ ഓഡ് ടു വെസ്റ്റ് വിൻഡ്, അങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. This study guide is designed to help you prioritize your study efforts. Romantic literature course. The guide highlights key topics likelihood of appearing in the exam and tips on how to effectively prepare. സോ നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജിൽ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ റൊമാൻറ്റിസിസത്തിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. റൊമാൻറ്റിസിസത്തിന്റെ സൈലന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിസിസം, അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതുപോലെ അത് ലിറ്ററേച്ചറിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, എന്താണ് അത് ലിറ്ററേച്ചറിൽ കൊടുത്ത ഇൻപുട്ട് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. വില്യം വേർഡ്സ്വർത്തിന്റെ ടിൻറ്ററി ആബി, ഡാഫഡിൽസ്, ഓഡ് ഓൺ ഇമിറ്റേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്നുള്ള പോയട്രീനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും. അതിന്റെ സമ്മറി, അതിന്റെ റൈറ്റിംഗ് സ്റ്റൈല്, അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ വേർഡ്സ്വർത്തിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള എലമെന്റ്സും കറക്റ്റ് ആയിട്ട്
അറിഞ്ഞിരിക്കണം. സോ അതിന്റെ നേച്ചർ, മെമ്മറി, ഇമോഷൻ അതിനെയൊക്കെ എങ്ങനെയാണ് വേർഡ്സ്വർത്ത് കണക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പോയട്രി സ്റ്റൈൽ ആവുന്നത്, അതുപോലെ റൊമാൻറ്റിക് ഐഡിയൽസുമായിട്ട് എങ്ങനെയാണ് വേർഡ്സ്വർത്ത് കണക്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. കോളറിഡ്ജിന്റെ റൈം ഓഫ് ഏൻഷ്യന്റ് മറൈനർ അതിന്റെ തീംസ്, സ്ട്രക്ചർ, പോയറ്റിക് ഡിവൈസസ്, നാരേറ്റീവ് സ്ട്രക്ചർ, സിംബോളിസം, ഗിൽട്ട്, റിഡംഷൻ, അതുപോലെ കോളറിഡ്ജിന്റെ തന്നെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആയ ലാംഗ്വേജ് ഓഫ് യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇമേജറി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള കോളറിഡ്ജിന്റെ വ്യൂ പോയിന്റ് എന്താണെന്നതിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇനി ചാൾസ് ലാംബിന്റെ ഡെസിറ്റേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്ന അതിന്റെ ആ ഒരു എസ്സേയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി, അതിൻ്റെ അകത്തുള്ള ഓരോ ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അതിന്റെ ആ ഒരു ക്രോണോളജിക്കൽ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ പ്രോ സ്റ്റൈൽ എന്താണ്, ഹ്യൂമർ എങ്ങനെയാണ്, ഐറണി എങ്ങനെയാണ് വരുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. കീറ്റ്സിന്റെ ഓട്ടോ നൈറ്റിംഗേൽ, ഗ്രീഷ്യൻ ഓൺ ഓട്ടം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, തീംസ് ആൻഡ് പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ എങ്ങനെയാണ് ഇമേജറി ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, ആർട്ട് ആൻഡ് ലൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ബ്യൂട്ടീനെ കുറിച്ചുള്ള കീറ്റ്സിന്റെ വ്യൂ പോയിന്റ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി മേരി ഷെല്ലിയുടെ ഫ്രാങ്ക് ഐൻസ്റ്റീനിലേക്ക് വരുമ്പോൾ, ഫ്രാങ്ക് ഐൻസ്റ്റീന്റെ ഗോതിക് എലമെന്റ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ മേരി ഷെല്ലിയുടെ ബയോഗ്രഫി ചോദിക്കാറുണ്ട്. എക്സാമിന്റെ മേജർ തീംസ് ആൻഡ് ഫ്രാങ്ക് ഐൻസ്റ്റീൻ സച്ച് ആസ് ആംബിഷൻ, ക്രിയേഷൻ ആൻഡ് ഐസൊലേഷൻ, അതിന്റെ ഗോതിക് എലമെന്റ്സ്, അതുപോലെ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ മേരി ഷെല്ലിയുടെ ലൈഫിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മോഡറേറ്റ് ആയിട്ട് ചോദിക്കുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്, വില്യം ബ്ലേക്കിന്റെ ആ രണ്ട് പോയട്രിയുടെ കമ്പാരിസൺസ് ചോദിക്കാറുണ്ട്. ലാംബ് ആൻഡ് ടൈഗറിന്റെ കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്, അതുപോലെ സൊസൈറ്റിനെ കുറിച്ചും നേച്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചൊക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ പോയട്രീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ ഇമേജറിയുടെ യൂസ്, ടോണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ലോർഡ് ബൈറന്റെ റോൾ ഓൺ ദ ഡീപ്പ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഓഷനും, അതുപോലെ തന്നെ ജോർജ് III തീംസ്, അതുപോലെ പോയറ്റിക് സ്റ്റൈല്, നേച്ചർ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അതിന്റെ ഇൻഡിവിജ്വലിസത്തിന്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്, സൊസൈറ്റിയുടെ കൺസെപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സറ്റയർ, ഐറണി, അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഷെല്ലിയുടെ ഓട്സിലോട്ട് വരുമ്പോൾ ഓട്ട് ടു വെസ്റ്റ് വിൻഡും സ്കൈലാർക്കും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ തീംസ്, അതിന്റെ പോയറ്റിക് ഡിവൈസസ്, അതിന്റെ റെപ്രസെന്റേഷൻസ്, അതിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അതുപോലെ പേഴ്സോണിഫിക്കേഷൻ, അപ്പോസ്ട്രഫി, ഐഡിയലിസം, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ എങ്ങനെയാണ് ഷെല്ലി ഈ ഓട്സിന്റെ അകത്ത് പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്, ഇവരെ കുറിച്ച് വളരെ റയർ ആയിട്ട് ചോദിച്ച് കാണാറുള്ളൂ. നമ്മൾ പക്ഷെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ചോദിക്കുവാണെങ്കിൽ എവിടെ നിന്നാണ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ റോബർട്ട് സദയുടെ ആഫ്റ്റർ ബ്ലെമിൻ എന്ന് പറയുന്ന വർക്കിന്റെ തീംസും ലിറ്റററി സ്റ്റൈലും, അതിന്റെ ആന്റി വാർ എലമെന്റ്സ്, അതുപോലെ അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ പ്രയോറിറ്റൈസ് ഹൈ ആൻഡ് മോഡറേറ്റ് ലൈക്ലിഹുഡ് ടോപ്പിക്സ്, അണ്ടർസ്റ്റാൻഡ് കീ തീംസ് ആൻഡ് ലിറ്റററി ഡിവൈസസ്. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ അനാലിസിസ് റൈറ്റിങ്ങിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു വർക്ക് തന്നിട്ട് അതിനെ എങ്ങനെ അനലൈസ് ചെയ്ത് നമ്മൾ എഴുതുന്നു, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ആർഗ്യുമെന്റ് എങ്ങനെയാണ്, അതിന്റെ ടെക്സ്റ്റൽ എവിഡൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ റിവ്യൂ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, എങ്ങനെയാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അതുപോലെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊന്ന് എടുത്ത് അനലൈസ് ചെയ്യുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ജൂൺ 2024 വരുന്ന ഒരു പ്രെഡിക്റ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പറയുന്നത്. 3 hours-ന്റെ 100 marks-ന്റെ ഉള്ളൊരു സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. ബാക്കി ആൻസർ എനി 3 ഫ്രം എമംഗ് ദ റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തത് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഓഫ് ദി 2 of the following, any 2 of the following in about 1500 words each. സോ 12.5 മാർക്ക് വെച്ച് 2 ക്വസ്റ്റ്യൻസ്, ഈ 4 എണ്ണത്തിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. 1500 വേർഡ്സിന്റെ ഏകദേശം വരുന്നൊരു ആൻസർ ആണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു റൊമാൻറ്റിക് ഏജ്, വില്യം ബ്ലേക്സിന്റെ സോങ് ഓഫ് ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്,
ഫ്രാങ്ക് ഐൻസ്റ്റീനിലെ ഗോതിക് എലമെന്റ്സ്, ചാൾസ് ലാംബിന്റെ പ്രോസ് സ്റ്റൈൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഹൈ ഏരിയ ഹൈ ഫ്രീക്വന്റ് ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൻ്റെ അത് 4 നിന്നും ഏതെങ്കിലും 2 നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഓൺ ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ. എങ്ങനെയാണ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചറിൻ്റെ അകത്തുള്ള ഫ്രഞ്ച് റവല്യൂഷന്റെ കോൺട്രിബ്യൂഷൻ, എന്താണ് അതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ പഠിച്ച ഇൻട്രൊഡക്ഷൻ ഏജിന്റെ റൊമാൻറ്റിക് ഏജിന്റെ ഇൻട്രൊഡക്ഷൻ മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ്. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് വൺ, അനലൈസ് ദ തീംസ് ഓഫ് നേച്ചർ ഇൻ വില്യം വേർഡ്സ്വർത്ത്, ജിഞ്ചർ ആബി ആൻഡ് ഡാഫഡിൽസ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 2 പോയട്രിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് എഴുതാം, അതിന്റെ സമ്മറി എഴുതാം. അതിൻ്റെ അകത്ത് പിന്നത്തെ ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ 2 പോയട്രിയുടെ അകത്തും നേച്ചർ എന്ന് പറയുന്ന എലമെന്റ് വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ വില്യം വേർഡ്സ്വർത്തിന്റെ തിയറട്ടിക്കൽ ആസ്പെക്റ്റുകളിൽ നേച്ചർ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് വേർഡ്സ്വർത്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അതും 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫോർത്ത് വൺ, എക്സാമിൻ ദി തീംസ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ബൈ കോൾറിഡ്ജ് ഇൻ ദ റൈം ഓഫ് ഏൻഷ്യന്റ് മാരിനർ. ആ ഒരു പോയത്തിന്റെ സമ്മറി, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തീംസ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തത്, ഡിസ്കസ് ദി സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട് ഓഫ് ദി മാരിനർ സ്റ്റോറി ആൻഡ് വെഡിങ് ഗസ്റ്റ് ഇൻ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ. വീണ്ടും റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ അകത്തുള്ള മറൈനറിന്റെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെറുതെ വേഗമായിട്ട് ഒരു സമ്മറി എഴുതി പോകുന്നതിനെക്കാട്ടിലും ആ ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ടുള്ള തീമിനെ അനലൈസ് ചെയ്ത് എഴുതുന്നതാണ് എപ്പോഴും നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ളത്. ഇനി പ്രൊവൈഡ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ജോൺ കീറ്റ്സ് ഓ ടു എ നൈറ്റിംഗേൾ. ജോൺ കീറ്റ്സിന്റെ ഓ ടു എ നൈറ്റിംഗേൾ എന്ന് പറയുന്ന പോയട്രിയെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ. അതുപോലെ 7th വൺ, ഹൗ ഡസ് മേരി ഷെല്ലിസ് ഫ്രാങ്ക് ഐൻസ്റ്റീൻ റിഫ്ലക്ട് ദ തീം ഓഫ് ക്രിയേഷൻ, ആംബിഷൻ ആൻഡ് ഐസൊലേഷൻ. ഫ്രാങ്ക് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ആ നോവലിൻ്റെ അകത്ത് വരുന്ന പല തീംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മേരി ഷെല്ലിയുടെ ബയോഗ്രഫിയും നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്താം. 8ാമത്തത്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി പാസ്റ്ററൽ എലമെന്റ്സ് ഇൻ ജോർജ് ക്രാബ്സ് ദ വില്ലേജ് ആൻഡ് ഡിസ്കസ് വൈ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ആന്റി പാസ്റ്ററൽ പോയം. സോ ആ ഒരു കാലഘട്ടത്തിൽ റൊമാൻറ്റിക് പീരീഡിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സ്റ്റൈൽ എന്ന് പറയുന്നത് പാസ്റ്ററൽ പോയട്രീസ് ആണ്. അതിൽ നിന്നും ജോർജ് ക്രാബിന്റെ ദി വില്ലേജ് എന്ന് പറയുന്ന പോയം എങ്ങനെയാണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്ത് എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്റ്ററൽ പോയത്തിന്റെ മേജർ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ്, ജോർജ് ക്രാബിന്റെ വില്ലേജ് എന്ന് പറയുന്ന പോയത്തിന്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള എലമെന്റ്സ് എങ്ങനെയാണ്, അത് രണ്ടും എങ്ങനെയാണ് കോൺട്രഡിക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ പറയുന്ന ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ റൊമാൻറ്റിക് ഏജിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. വില്യം വേർഡ്സ്വർത്തിന്റെ വർക്കുകൾ, കോൾറിഡ്ജിന്റെ വർക്കുകൾ, അങ്ങനെ ബൈറന്റെ വർക്കുകൾ, ചാൾസ് ലാംബിന്റെ എസ്സേസ്, അതുപോലെ കീറ്റ്സിന്റെ വർക്കുകൾ, ഫ്രാങ്ക് ഐൻസ്റ്റീൻ, അതിൻ്റെ അകത്തുള്ള ഗോതിക് എലമെന്റ്സ്, മേരി ഷെല്ലിയുടെ ബയോഗ്രഫി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ നന്നായിട്ട് എക്സാമിന് നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ടൈം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, നന്നായി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616.
അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.